ഹലോ, എല്ലാവർക്കും നമസ്കാരം. നേരത്തെ അനൗൺസ് ചെയ്തിരുന്നത് പോലെയുള്ളൊരു ലൈവാണിത്. നമ്മുടെ പ്രിയപ്പെട്ട എഴുത്തുകാരി ശ്രീ പാർവതി ഉടനെ തന്നെ നമ്മുടെ കൂടെ ലൈവിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. DC ബുക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഒരുമിച്ച് ഈ ഒരു ചാറ്റിന് വേണ്ടിയിട്ട് ഈ ലൈവിൽ ജോയിൻ ചെയ്യുകയാണ്. പാർവതി വെരി സൂൺ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യും. ഹായ്, ഞാൻ മെസ്സേജസ് കാണുന്നുണ്ട് കേട്ടോ എല്ലാവരുടെയും. ഹായ് ഹായ്, അതുൽ, ശ്യാം, മനീഷ്, സജീവ്, ഞാൻ ഈ ശ്രീ പാർവതി കൂടെ വരാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. ഹായ് വിപിൻ. യെസ്, ആളെത്തിയിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. എന്തൊക്കെയാണ്? നല്ല വിശേഷം. കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഓക്കെ. ഇവിടെ ചെറിയൊരു നെറ്റ്വർക്ക് ഇഷ്യൂ പോലെ ഫീൽ ചെയ്തു. കുഴപ്പമില്ല, ഇപ്പൊ എനിക്ക് കേൾക്കാം. ഓക്കെ. നമ്മൾ സാധാരണ വളരെ ഇൻഫോർമൽ ആയിട്ട് മാത്രം സംസാരിക്കുന്ന രണ്ടാളുകൾ കുറച്ച് ഫോർമൽ ആയിട്ട് സംസാരിക്കാൻ പോവാണെന്ന് എനിക്ക് തോന്നുന്നു. വേണ്ട അല്ലേ? എന്താ പോലെ വേണ്ട, വിട്ടു. ഞാൻ വിട്ടു. ഓക്കെ. അപ്പൊ എന്റെ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് കണക്ട് ചെയ്തത് കൊണ്ട് ഞാൻ ഇതിൽ ഫോളോ ചെയ്യുന്ന എല്ലാവരോടും കൂടി വേണ്ടിയിട്ട് പറയാണ്. നമുക്കൊക്കെ സുപരിചിതയായ എഴുത്തുകാരി ശ്രീ പാർവതി ആണ് നമ്മുടെ കൂടെ ഇപ്പൊ ലൈവില് ജോയിൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണഗതിയില് നമ്മുടെ സ്ത്രീ എഴുത്തുകാര് കൈവയ്ക്കാത്തൊരു മേഖലയിൽ കൈവച്ച് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ശ്രദ്ധേയായ എഴുത്തുകാരിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ശ്രീ പാർവതി. അപ്പോ ശ്രീ പാർവതിയുടെ അടുത്ത പുസ്തകം വരുന്നു എന്ന് പറയുമ്പോഴേക്കും എനിക്ക് ടെൻഷനാണ്. കാരണം വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ സുഹൃത്തിന്റെ പുസ്തകം നമ്മള് വായിക്കാതിരിക്കാൻ പാടില്ല. പക്ഷെ ഇത് വായിച്ചു കഴിഞ്ഞാൽ ഞാൻ അന്നത്തെ ദിവസം രാത്രി ഉറങ്ങില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അപ്പോ ക്രൈം ഫിക്ഷൻ എഴുതി ശ്രദ്ധേയായ ഒരു പെൺകുട്ടി എന്നുള്ള നിലയിൽ അത് എടുത്തു പറയണം. കാരണം സ്ത്രീകൾ വളരെ കുറച്ച് കൈവെക്കുന്ന ഒരു മേഖലയിലാണ് നമ്മളിപ്പോ നിന്ന് നമ്മുടെ അംഗം കുറിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ പാറു, പറയൂ, എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? പുതിയ വിശേഷങ്ങൾ എന്നാ, ഇപ്പോ പോയട്രി കില്ലർ ആയിരുന്നു ഏറ്റവും പുതിയ പുസ്തകം. അതിപ്പം 3ാമത്തെ എഡിഷനിലേക്ക് കടക്കുകയാണ്. അതാണ് ഇപ്പൊ ഏറ്റവും വലിയ പുതിയ സന്തോഷം. അതെ, ഇന്നാണ് അത് പ്രിന്റിന് പോയതെന്ന് ഞാൻ അറിഞ്ഞു. കേട്ടില്ല? 3rd എഡിഷൻ ഇന്നാണ് പ്രിന്റിന് പോയതെന്നൊരു അതെ, 3rd എഡിഷൻ ഇന്നങ്ങോട്ട് പോയിട്ടേ ഉള്ളൂ. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട്, അതിന്റെ ഒരു സന്തോഷമുണ്ട്. നമ്മളിപ്പോ 2 മാസം, എനിക്ക് തോന്നുന്നു ഈ ഒരു ലോക്ക്ഡൌൺ തുടങ്ങി, കോവിഡ് ഒക്കെ തുടങ്ങി ഒരു 2 മാസം ആയതേ ഉള്ളൂ ആ പുസ്തകം ഇറങ്ങിയിട്ട്. അപ്പം നമുക്ക് സംശയമാണ്. കാരണം ആൾക്കാർക്ക് പുറത്തിറങ്ങാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ കുറെ ബുദ്ധിമുട്ടുള്ളപ്പം എങ്ങനെയാണ് പുറത്തു പോയി പുസ്തകം വാങ്ങുക, അങ്ങനെയൊക്കെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ. അപ്പൊ എന്നിട്ടും ഈ 2 മാസം കൊണ്ട് 3ാമത്തെ എഡിഷൻ ആയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. വായനക്കാരുടെ ഒരു ഇത് തന്നെയാണല്ലോ നമ്മൾ എത്ര പറഞ്ഞാലും. ഈവൻ എനിക്ക് കിട്ടിയതും 2nd എഡിഷൻ ആണ് കേട്ടോ. ഞാൻ കോൺവെന്റ് ജംഗ്ഷനിലെ DC ബുക്സിൽ പോയിട്ടാണ് മേടിച്ചത്. അതാണ്, പെട്ടെന്നായിരുന്നു 2nd എഡിഷൻ. 1 മാസത്തിനകമായി. പിന്നെ ഇപ്പൊ 2ാമത്തെ മാസമായി. അപ്പം 3ാമത്തെ എഡിഷനുമായി. അതിന്റെ ഒരു പെട്ടെന്നാവുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഓക്കെ. അപ്പൊ കൂടുതൽ പേർക്കും അറിയാൻ ആകാംക്ഷയുള്ള ആദ്യത്തെ കാര്യമായിരിക്കും എന്തുകൊണ്ട് ക്രൈം ഫിക്ഷൻ, എങ്ങനെ അതിലേക്ക് എത്തി? ഇപ്പൊ സാധാരണ നമ്മൾ എപ്പോഴും കാണുന്നത് പെൺകുട്ടികളാകുമ്പോഴേക്കും ഓക്കെ, കഥ എഴുതി, കവിത എഴുതി, കുറച്ചും കൂടെ ബോൾഡ് ആയിട്ടുള്ള ഒരു വളരെ ബോൾഡ് ആയിട്ടുള്ള നോവലുകൾ എഴുതുന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ ക്രൈം ഫിക്ഷൻ, അതും ഒരു പെൺകുട്ടി, അതും പേരൊക്കെ കേൾക്കുമ്പോഴേക്കും നമ്മള് ഇങ്ങനെ ഒരു ഇമേജേ അല്ലായിരിക്കും നമുക്ക്. ശ്രീ പാർവതി ഓക്കെ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കവിതകൾ എഴുതുമെന്ന്
എക്സ്പെക്ട് ചെയ്യുന്ന ഒരാള് ക്രൈം ഫിക്ഷൻ എഴുതി. അപ്പൊ അതാണ് ആളുകൾക്ക് പൊതുവെ അത്ഭുതം ഉണ്ടാക്കുന്ന ഒരു കാര്യം എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തുകൊണ്ട് ക്രൈം ഫിക്ഷൻ പൊതുവെ സ്ത്രീകൾ കൈവെക്കാത്തൊരു മേഖല? ഞാൻ അങ്ങനെ പെൺകുട്ടികൾ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ചിന്തിച്ചിട്ടേ ഇല്ല. അപ്പം എഴുതുമ്പോഴാണെന്നുണ്ടെങ്കിലും പെൺകുട്ടികളാണ് എഴുതുന്നത്, അല്ലെങ്കിൽ ഞാനൊരു പെൺകുട്ടി ആയതുകൊണ്ട് ഇന്ന സാധനം മാത്രമേ എഴുതാവുള്ളൂ, അല്ലെങ്കിൽ ഇന്നടുത്ത് മാത്രമേ പോകാൻ പാടുള്ളൂ, അങ്ങനെയുള്ള ഇതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. നമ്മൾ ആൺകുട്ടികള് പെൺകുട്ടികള് അങ്ങനെ ഒരു വ്യത്യാസം സത്യം പറഞ്ഞാൽ നമ്മളോട് ആരും കാണിച്ചിട്ടില്ല ഇതുവരെ. നമ്മുടെ സുഹൃത്തുക്കളാണെങ്കിലും അല്ലെങ്കിൽ വായനക്കാരാണെങ്കിലും അങ്ങനെ ഇതുവരെ ഒരു ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. പെൺകുട്ടി ആയത് കൊണ്ട് അത് എഴുതാൻ പാടില്ല അങ്ങനെ ഒരു ഇതില്ല. അപ്പം സത്യം പറഞ്ഞാല് കൂടുതൽ വായനക്കാര് സ്വാഭാവികമായിട്ടും ക്രൈം ഫിക്ഷൻ ഉണ്ട് എന്നുള്ളൊരു തോന്നൽ വന്നപ്പോ നമ്മുടെ ഒരു എഴുത്തുകാരി എന്നുള്ള നിലയിൽ എന്റെ ആഗ്രഹം എന്നെ എല്ലാവരും വായിക്കണം എന്നുള്ളതാണ്. ഒരുപാട് പേര് വായിക്കണം, അല്ലെങ്കിൽ ഒരുപാട് പേര് നമ്മള് അഭിപ്രായം പറയുക എന്നതിലപ്പുറം ഒരുപാട് പേര് വായിക്കണം നമ്മളെ. അപ്പം അങ്ങനെ നമ്മൾ ഒരുപാട് പേർക്ക് സന്തോഷിക്കാൻ അവസരം കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് സന്തോഷിപ്പിക്കാൻ പറ്റും ഒരുപാട് പേര്. അങ്ങനെയൊക്കെയുള്ളൊരു ഇത് നോക്കുമ്പോഴാണ് ക്രൈം ഫിക്ഷന് കുറച്ചും കൂടി വായനക്കാരുണ്ട്. ഇപ്പം ലാജോ ജോസ് ആണ് ഇപ്പം ആ ഒരു ക്രൈം ഫിക്ഷന്റെ ആ ഒരു പുതിയൊരു രീതി തുടങ്ങി വെച്ചത്. അപ്പം അദ്ദേഹത്തിന്റെ ഒരു വായനക്കാര് എന്ന് പറയുന്നത് വളരെ വളരെ വ്യത്യസ്തമായ ഒരു വായനക്കാര്, വളരെ നല്ലൊരു വായനക്കാര്, നമ്മളുമായിട്ട് നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന വായനക്കാര്. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പം ഓക്കെ, അത് നല്ലൊരു ഐഡിയ ആണല്ലോ എന്ന് തോന്നി. അങ്ങനെ പക്ഷെ അത്ര എളുപ്പമായിരുന്നില്ല ക്രൈം ഫിക്ഷൻ എഴുതുക എന്ന് പറയുന്നത്, അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. എങ്കിലും ഒന്ന് ശ്രമിച്ചു നോക്കാൻ തോന്നി. അങ്ങനെയാണ് ആദ്യത്തെ പുസ്തകം മിസ്റ്റിക് മൗണ്ടൻ എഴുതുന്നത്. അത് പക്ഷെ ഒരു ക്രൈം ഫിക്ഷൻ ഒന്നും അല്ലായിരുന്നു, ഒരു ഹൊറർ ഫിക്ഷൻ ആയിരുന്നു, ഒരു ഹൊറർ ത്രില്ലർ ആയിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ അതൊരു പേടിപ്പിക്കുന്ന ഒരു സാധനമാണ്, ഒരു പേടിപ്പിക്കുന്ന ആൾക്കാണ്. നമുക്ക് എനിക്ക് പേടിയൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ ഒരുപാട് അത് പേടിച്ച് പേടിക്കുന്ന ഒരു അനുഭവമൊക്കെ ഉണ്ടായെന്നൊക്കെ ഒരുപാട് വായനക്കാർ പറയുന്നത്. അപ്പൊ അത് കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ പിന്നെ എന്നാ ഇനിയിപ്പോ മുന്നോട്ട് ആ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാമല്ലോ. കാരണം ആദ്യം എഴുതുന്ന ഒരു മീനുകൾ ചുംബിക്കുന്നു എന്ന് പറഞ്ഞൊരു പ്രണയ നോവലായിരുന്നു. അത് അത്രയ്ക്കൊന്നുമുള്ള ഒരു വായനയോ അല്ലെങ്കിൽ ഒരു അഭിപ്രായമോ ഒന്നും കിട്ടിയില്ല, ഒരുപാട് വലിയ വായനയൊന്നും ഉണ്ടായില്ല. ഇപ്പോഴാണ് പിന്നെയും അത് വായിക്കപ്പെട്ടത്. പക്ഷെ അപ്പം രണ്ടാമത് ഇത് എഴുതി കഴിഞ്ഞപ്പോ കുറച്ചും കൂടി വലിയ നല്ലൊരു വായനക്കാരെ നമുക്ക് കിട്ടി. അപ്പം കുറച്ചും കൂടി വായനക്കാരുടെ അഭിപ്രായം കിട്ടി. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും ആസ് എ റൈറ്റർ നമ്മുടെ ആഗ്രഹം എന്താ, കുറച്ചും കൂടി വായനക്കാരുണ്ടാവുക, അല്ലെങ്കിൽ കുറച്ചും കൂടി വായിക്കപ്പെടുക, ഒരുപാട് പേര് നമ്മളെ വായിക്കുക, നമ്മളെ അറിയുക, അതൊക്കെയാണ്. അങ്ങനെ ഒരു ഇതൊന്നുമില്ല, അല്ലെങ്കിൽ എന്റെ ആത്മസംതൃപ്തിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ എഴുതുന്നത്, അങ്ങനെയല്ല. എനിക്ക് വായനക്കാർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്. ഞാനൊരു പുസ്തകം പബ്ലിഷ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് വായനക്കാർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം അവര് കൂടുതൽ വായിക്കാൻ ആഗ്രഹമുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു കണ്ടന്റ് നമ്മൾ കൊടുക്കണം. അപ്പോഴാണ് ഓക്കെ, ഇത് ഇത്രയും പേര് വായിക്കുന്നുണ്ടല്ലോ, എന്നാ പിന്നെ ആ ഒരു രീതിയിൽ തന്നെ എഴുതി വരാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് പിന്നെ പോയട്രി കില്ലറിലേക്ക് വന്നത്. ഓക്കെ, ഇപ്പൊ മീനുകൾ ചുമ്പോൾ തൊട്ടിങ്ങോട്ടേക്കുള്ള എല്ലാ പുസ്തകങ്ങളും വായിച്ചതാണ്. എനിക്കത് വായിക്കുന്ന സമയത്ത് അറിയാൻ പറ്റുന്നുണ്ട് ശ്രീ പാർവതി എന്നുള്ള എഴുത്തുകാരി റിഫൈൻഡ് ആയിട്ട് വരുന്നത്. അതൊരു നല്ല ഭംഗിയുള്ള ഒരു കാഴ്ചയാണ്. അപ്പൊ പോയട്രി കില്ലർ വായിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇപ്പൊ ഭാഷയിലുണ്ടായ വ്യത്യാസം. അതൊക്കെ പഴയ ശ്രീ പാർവതി അല്ല, അത്രയ്ക്ക് റിഫൈൻഡ് ആയി വരുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. അതുപോലെ പോയട്രി കില്ലർ വായിച്ച സമയത്ത് ഞാൻ ആലോചിക്കായിരുന്നു എങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് പോകുന്നത്. നമ്മൾ ചില ക്രൈം മൂവീസ് കാണുമ്പോൾ നമ്മൾ ആലോചിക്കാറുണ്ട് ഇതിന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ അല്ലെങ്കിൽ ഡയറക്ടർ എന്തൊക്കെ രീതികളിലായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക, എത്ര സമയം, എത്ര ഹോംവർക്ക് ഇതിന്റെ പിന്നിൽ ആവശ്യമുണ്ടെന്നുള്ളത്. അപ്പൊ ശരിക്കും അത്ര ഹോംവർക്ക് വേണ്ട ഒരു കാര്യമാണ് ക്രൈം ത്രില്ലർ എഴുതുന്ന സമയത്ത്. പ്രത്യേകിച്ച് ഞാൻ ആലോചിക്കായിരുന്നു ഈ പോസ്റ്റ്മോർട്ടം ടേബിളിൽ നടക്കുന്ന സംഭവങ്ങൾ പോലും അതുപോലും ഡിസ്ക്രൈബ് ചെയ്ത് എഴുതിയിട്ടുണ്ട്. ഒരു ഇപ്പോഴും ഒരു സ്കെൽട്ടൻ കണ്ടു കഴിഞ്ഞാൽ ആ വഴിക്ക് മാറി നടക്കുന്ന ഒരാളാണ്. എനിക്ക് അതിനെടുത്തിട്ടുള്ള ഒരു എഫേർട്ടിനെ കുറിച്ച് ഞാൻ ശരിക്കും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ആൻഡ് എങ്ങനെയാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയായിരുന്നു എഴുത്തിന് മുൻപ്? അതിനുവേണ്ടി അത്യാവശ്യം നന്നായിട്ട് നമുക്ക് അന്വേഷിച്ച് നടക്കേണ്ടി വരും. കാരണം ഇപ്പം ടെക്നോളജി എന്ന് പറഞ്ഞാല് ഭയങ്കര ഡെവലപ്പ് ആയിട്ടുള്ള ഒരു സമയമാണ്. കാരണം ഇപ്പം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഒക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളിലും ഒരുപാട് അപ്ഡേറ്റ് ആണ്. ഇപ്പൊ പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണെന്നുണ്ടെങ്കിലും ഒരു മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും മോഡേൺ മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും ഒരുപാട് അപ്ഡേറ്റ് ആണ്. അപ്പൊ നമ്മളിതൊന്നും അറിയാതെ പെട്ടെന്ന് ചുമ്മാ വെറുതെ ഒരു ഉദ്യോഗം മാത്രം കണക്ക് കൂട്ടിയ ഒരു പുസ്തകം വേണമെങ്കിൽ അങ്ങനെ എഴുതാൻ പറ്റും. ഒരു പരമ്പരാഗതമായ ശൈലിയിൽ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ എഴുതാം.
പക്ഷെ ഇതൊന്നും അല്ലാതെ വായനക്കാർക്ക് കുറച്ചും കൂടി അതില് ഒരു റിയാലിറ്റി, ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു അനുഭവം കൂടി തോന്നണം എന്നുണ്ടെങ്കിൽ, കുറച്ച് പുതിയ സംഭവം കൂടി നമ്മൾ ആഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ കുറച്ചും കൂടി അതിനകത്ത് ഇൻട്രസ്റ്റ് വരും. ഓ, ഇത് ഇങ്ങനെയൊക്കെയാണല്ലോ സംഭവം. അപ്പൊ ശരിക്കും ആ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒക്കെ ഒരു അനുഭവം വായിച്ചിട്ട് ഒരുപാട് ഇങ്ങനെയാണല്ലേ പോസ്റ്റ്മോർട്ടത്തിന്റെ ഒക്കെ ഒരു അനുഭവം, അല്ലെങ്കിൽ ആ അതിനകത്തെ ഓരോ സംഭവങ്ങൾ, ഇൻവെസ്റ്റിഗേഷന്റെ ഒക്കെ ഒരു ഭാഗം, ഒരു ക്രൈം പ്രൊസീജിയേഴ്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ, ഓ ഇങ്ങനെയാണല്ലേ പോലീസിന്റെ പ്രൊസീജിയേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീജിയേഴ്സ്, അങ്ങനെയൊക്കെ ഉള്ളൊരു, അതൊക്കെ വളരെ ജെന്യുവൻ ആയിട്ടുള്ളൊരു സാധനമാണ്. നമ്മളത് അതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ കണക്ട് ചെയ്ത് അവരുമായിട്ട് സംസാരിച്ച് ആ ഒരു പ്രൊസീജിയേഴ്സ് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ എഴുതുന്നത്. അപ്പൊ വായിക്കുന്നവർക്ക് കുറച്ചും കൂടെ അത് സത്യസന്ധമാണല്ലോ, കാരണം അത് അത്രയും സത്യമായിട്ട് എഴുതുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് ആണ്, ഇങ്ങനെയൊക്കെയാണ്, അവർക്കത് മനസ്സിലാക്കാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പൊ അത് ഒരുപാട് പേര് അത് അവർക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലായത്. അതെ, എന്റെ അടുത്ത് ഒരു സംഭാഷണത്തിനിടയ്ക്ക് നമ്മുടെ രമേശ് പിഷാരടി ഒരിക്കൽ പറയുണ്ടായി, നമ്മൾ ചില സിറ്റുവേഷനിൽ ഇപ്പം ആ ഒരു സിനിമ ഡയറക്ട് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്യുന്ന സമയത്ത് ചില ആളുകളെ കൊല്ലണം, അല്ലെങ്കിൽ നായകന് ചിലപ്പോൾ 2 ഇടി കൂടി കൂടുതൽ കിട്ടേണ്ട സിറ്റുവേഷൻ ആയിരിക്കും. പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് ഒരു തോന്നല, പാവം, വെറുതെ കഥാപാത്രത്തിന് അത്രയ്ക്ക് ഇടി കൊള്ളണ്ട, അല്ലെങ്കിൽ കൊന്നു കളയണ്ട, ക്ലൈമാക്സിൽ കഥാപാത്രം മരിക്കണ്ട, അങ്ങനെ ഒരു ഇമോഷണൽ ഫീലിങ്സ് ഉണ്ടാവാറുണ്ടെന്ന് പറയും. അപ്പൊ ഒരു ക്രൈം എഴുതുമ്പോൾ ഒരുപാട് പേരുടെ മരണം അതിനകത്ത് പറയുന്നുണ്ട്, അത് ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് ഇതുപോലെ എന്തെങ്കിലും ഒരു ഇമോഷണൽ കോൺഫ്ലിക്ട്, അതായത് എഴുത്തുകാരിയും ശ്രീപാർവതിയും തമ്മിലൊരു കോൺഫ്ലിക്ട് നടക്കാറുണ്ടോ? എനിക്ക് ഇതിനു മുമ്പ് ഞാൻ ഒരു വർക്ക് ചെയ്തിരുന്നു, ഒരു ഞാൻ എമ്മ ജോൺ വേണ്ട, പക്ഷെ ഹലോ 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 എനിക്ക് ചെറുതായിട്ടൊന്ന് കട്ടായി സിഗ്നൽ. അപ്പം ആ ഒരു അതിനകത്തൊരു വില്ലൻ കഥാപാത്രമുണ്ട്. അപ്പൊ പുള്ളിയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ കുറെ പേരെ കൊലപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവസാനം വരുമ്പോ അത് എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് പുള്ളിയുടെ ആ ഒരു ഭയങ്കരമായിട്ട് ഒബ്സഷൻ ആയിപ്പോയി. അപ്പം ആ ഒരു കഥാപാത്രം നമ്മുടെ അടുത്ത് നിന്ന് വിട്ടുപോകാത്തൊരു അനുഭവം വന്നു. അത് കുറെ നാള് നീണ്ടു നിന്നു. ഇപ്പം പോയട്രി കില്ലർ എഴുതുന്ന സമയത്തും ആ ഒരു കഥാപാത്രം എന്നെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടായിരുന്നു. കാരണം ആ കഥാപാത്രം അവസാനത്തെ സീനിൽ മാത്രമേ വരുന്നുള്ളൂ. പക്ഷെ എന്നിട്ടും ആ ഒരു കഥാപാത്രത്തിന്റെ ഒരു ഇന്റൻസിറ്റി എന്നെ ഭയങ്കരമായിട്ട് ഹോൾഡ് ചെയ്തു. അതിനുശേഷം ഞാൻ അത്രയും ഇന്റൻസിറ്റി ഞാൻ കഥാപാത്രങ്ങൾക്ക് കൊടുക്കാൻ, കാരണം നമ്മൾ വെറുതെ ഒബ്സസ്ഡ് ആയിട്ട്. അതുകൊണ്ട് പക്ഷെ ഡെറിക്കിനോട്, ഇപ്പം പോയട്രി കില്ലറിലെ ക്യാരക്ടർ ഡെറിക്കിനോട് എനിക്കൊരു ചെറിയൊരു ഒബ്സഷൻ ഉണ്ട്. എന്നാലും അത് കൂടെ ഞാൻ സമ്മതിക്കുന്നില്ല മനഃപൂർവ്വം. നമ്മള് അല്ലെങ്കിൽ എന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ഇതായിപ്പോകും. അതുകൊണ്ട് മനഃപൂർവ്വമായിട്ട് അതിനെ കുറച്ച് അങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അടുത്തതും പുള്ളി തന്നെയാണ്. അതുകൊണ്ട് ഇനി അതിന്റെ അത് എഴുതി കഴിയുമ്പോ അതെങ്ങനെയാ അവസ്ഥയെന്ന് അറിയില്ല. കൂടുതല് അറ്റാച്ച്മെന്റ് കൂടുകയാണോ? കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോ മലയാളികളുടെ വായനാശീലത്തിന് ഏറ്റവും അധികം അത് കൂട്ടാൻ സഹായിച്ച ഒരാളാണ് കോട്ടയം പുഷ്പനാഥ്. അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിന്റെ ക്രൈം നോവലുകള് അത് വായിച്ചിട്ടാണ് നമുക്ക് വായനയോട് പോലും ചെറുപ്പത്തിൽ ഒരുപാട് പേർക്ക് ഒരു താല്പര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പൊ പരമ്പരാഗത രീതിയിൽ ഉണ്ടായിരുന്ന ഒരു കുറ്റാന്വേഷണ ആ ഒരു ശൈലിയിലുള്ള നോവലുകള്, കഥകളൊക്കെ എഴുതിയിരുന്ന ആ ഒരു ആളുകളുണ്ട്. ഇപ്പൊ ഒരു പുതിയ ഒരു ഇടക്കാലത്ത് നമ്മൾ ചിന്തിച്ച് ക്രൈം ഫിക്ഷനുകളൊന്നും അതിന്റെ ഒരു കാലഘട്ടം തന്നെ കഴിഞ്ഞു എന്ന് നമ്മൾ ചിന്തിച്ചിരുന്ന ഒരു സമയത്ത് നിന്ന് വീണ്ടും അതിനൊരു ഒരു റീകൂപ്പാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ ലാജു ആണെങ്കിലും അതുപോലെ പാർവതി ആണെങ്കിലും ഒക്കെ ഒരു പുത്തൻ രീതിയാണ് പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിന് തീർച്ചയായിട്ടും 2 തരത്തിലുള്ള വാദങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പൊ പഴയ എഴുത്തും പുതിയ എഴുത്തും തമ്മിലുള്ള ആ ഒരു വ്യത്യാസത്തെ എങ്ങനെയാ കാണുന്നത്? പഴയ എഴുത്ത് ഇപ്പൊ നമ്മള് മുമ്പേ പറഞ്ഞ പോലെ ആ ഒരു അത്രയധികം സാങ്കേതികതയൊന്നും വളരാത്ത ഒരു സമയത്ത്, പക്ഷെ കോട്ടയം പുഷ്പനാഥൊക്കെ ആ ഒരു സമയത്ത് നിന്നുകൊണ്ട് ഇന്റർനാഷണൽ ലെവലിൽ നിന്നിട്ടാണ് ചിന്തിക്കുന്നത്. അതൊക്കെ ആ ഒരു ഭാവനയുടെ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വല്ലാത്തൊരവസ്ഥയാണ്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി റിയാലിറ്റിയാണ് കുറച്ചും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒന്നാമത് ഇന്നത്തെ ഒരു സമയം എന്ന് പറഞ്ഞാല്
ഈ വെബ് സീരീസുകളുടെയും അല്ലെങ്കിൽ ഈ OTT റിലീസ് ചെയ്യുന്ന സിനിമകളുടെയും ഒക്കെ കാണാം. അപ്പൊ നമുക്ക് മൊബൈലില് തന്നെ നമുക്ക് സിനിമ കാണാം, അല്ലെങ്കിൽ വെബ് സീരീസ് കാണാം. ഇതുപോലെയുള്ള ക്രൈം ഫിക്ഷൻസ് ആണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചൂസ് ചെയ്യുന്നത്. നമ്മള് കൂടുതൽ ഇപ്പൊ വെബ് സീരീസ് ഒക്കെ എടുത്ത് നോക്കിയാൽ ഏറ്റവും കൂടുതലുള്ളത് ക്രൈം ഫിക്ഷൻസ്, ക്രൈം ത്രില്ലറുകളാണ്. സിനിമയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കാണുന്നത് ക്രൈം ത്രില്ലറാണ്. അപ്പൊ അത്രയും പുതിയ ആൾക്കാര് ചൂസ് ചെയ്യുന്ന ഒരു 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 ജോണറാണ് ക്രൈം എന്ന് പറയുന്ന സാധനം. അപ്പൊ പുതിയതായിട്ട് ഒരാള് ആ ഒരു മേഖലയിലേക്ക്, ആ ഒരു ജോണറിലേക്ക് എഴുതാൻ വരുമ്പോ അപ്പൊ അവര് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഇത്രയും സാധനങ്ങൾ കണ്ടോണ്ടിരിക്കുന്ന വായനക്കാർ അല്ലെങ്കിൽ കാഴ്ചക്കാരുടെ ഇടയിലേക്കാണ് നമ്മൾ ഈ പുസ്തകം കൊണ്ട് ചെല്ലുന്നത്. ഇത്രയും വെബ് സീരീസുകൾ കണ്ടോണ്ടിരിക്കുന്ന ക്രൈം, ഇത്രയും വലിയ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ ക്രൈം ത്രില്ലേഴ്സ് കണ്ടോണ്ടിരിക്കുന്ന, വെബ് സീരീസ് കണ്ടോണ്ടിരിക്കുന്നവരുടെ മുന്നിലേക്കാണ് നമ്മൾ ഇത്രയുള്ള ചെറിയ പുസ്തകം കൊണ്ട് ചെല്ലുന്നത്. അപ്പൊ നമ്മൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സിനിമാറ്റിക് എലമെന്റ്, അല്ലെങ്കിൽ അവർ വായിക്കുമ്പോ ആ ഒരു കാഴ്ചയുടെ ആ ഒരു ഇത് വിട്ടുപോകാതെ, ആ ഒരു കണക്ഷൻ, അതായത് ഒരു ലോജിക്കിന്റെ കണക്ഷൻ വിട്ടുപോകാതെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചാൽ മാത്രമേ അവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അന്നത്തെ ഒരു വായനക്കാരല്ല ഇന്നത്തെ വായനക്കാർ. അന്നത്തെ വായനക്കാർ ഇപ്പോഴും 40-50 ഒക്കെയുള്ള ആൾക്കാർ ഇപ്പോഴും ആ ഒരു സെയിം പാറ്റേൺ ഇഷ്ടപ്പെടുന്നവരാണ്. എന്നുവെച്ചാൽ ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെയൊക്കെ ഒരു ഫിക്ഷൻ ഇഷ്ടപ്പെടുന്നവര് കൂടുതലും ചെറുപ്പക്കാരാണ്. ഒരു 30 അല്ലെങ്കിൽ 40 വയസ്സിൽ താഴോട്ട് ഇങ്ങോട്ടുള്ളവരാണ്, അല്ലെങ്കിൽ തീരെ ചെറിയ കുട്ടികള്. ഒരു 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയൊക്കെ വിളിച്ചിട്ട് സംസാരിച്ചിരുന്നു പുസ്തകം വായിച്ചിട്ട്. അപ്പൊ അത്രയും ചെറിയ കുട്ടികളും വരെ ഉള്ളവരാണ് നമ്മുടെ വായനക്കാര്, അല്ലെങ്കിൽ ഈ ഒരു പുതിയ ടൈപ്പ് ക്രൈം ഫിക്ഷൻ എഴുത്തിന്റെ വായനക്കാര്. അപ്പൊ അവർക്ക് എന്ന് പറഞ്ഞാല് അവർക്കൊരു സിനിമ കാണുന്ന ഫീൽ ഉണ്ടാവണം. അവർക്ക് ലോജിക്ക് പ്രധാനമാണ്. അവർക്ക് ലോജിക്ക് വിട്ടൊന്നും കളിക്കാൻ പറ്റില്ല. അപ്പം ഇതിനൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു സാധനം വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് പണിയെടുക്കണം, അല്ലെങ്കിൽ ഭാവന മാത്രം ഉപയോഗിക്കുകയല്ല, കുറച്ച് ലോജിക്കും കുറച്ച് അതിന് വേണ്ടിയിട്ടുള്ള വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഈ പറഞ്ഞ പോലെ ഒരുപാട് ഇപ്പോഴത്തെ വായനക്കാർ, അല്ലെങ്കിൽ പഴയ ടൈപ്പ് വായനക്കാർ പലരും ഇപ്പോഴും നിരൂപണം നടത്താറുണ്ട്. അത് നിങ്ങൾ എഴുതുന്നതൊന്നും ക്രൈം ഫിക്ഷനേ അല്ല, അല്ലെങ്കിൽ അതൊന്നും ശരിയല്ല, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആരോപണങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ഒരു ജനറേഷന്, അല്ലെങ്കിൽ പുതിയ വായനക്കാർക്ക് ആ ഒരു സിനിമാറ്റിക് എലമെന്റ്, ലോജിക് ആയിട്ടുള്ള സിനിമാറ്റിക് എലമെന്റ് ഉള്ള കണ്ടന്റുകൾ, കാരണം അവരുടെ ഒരു കൾച്ചർ അതാണ്. ഒരു വെബ് സീരീസ് കൾച്ചറിൽ ജീവിക്കുന്ന ആൾക്കാർക്ക് അതുപോലെയുള്ള ഒരു അനുഭവം തന്നെയാണ് പുസ്തകത്തിലൂടെ നൽകേണ്ടതാണ് എനിക്ക് തോന്നുന്നത്, ക്രൈം ഫിക്ഷൻ പുസ്തകങ്ങളുടെ. പിന്നെ പഴയ പുസ്തകങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ക്രൈമുമായിട്ട് മാത്രമേ അവർ സംവദിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ക്രൈം മാത്രമേ അതിനകത്തുള്ളൂ. അതിനകത്തൊരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ലൈഫ് ഒന്നും പലതിലും ഉണ്ടാവാറില്ല. പക്ഷെ ഇപ്പം എഴുതുന്ന, ഇപ്പം ലാജോയുടെ പുസ്തകമാണെന്നുണ്ടെങ്കിൽ പോലും അതിനകത്ത് കുറെ കൂടി ലൈഫ് ഉണ്ട്, അവരുടെ ജീവിതം പറയാറുണ്ട്. ഇപ്പൊ പ്രവീൺ ചന്ദ്രന്റെ പുതിയൊരു പുസ്തകമുണ്ട്, ഛായാമരണം എന്നുണ്ട്. അതിനകത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും ആ കഥാനായകന്റെ ജീവിതം കുറെ സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് ഈ ക്രൈമിലേക്ക് വരുന്നതും. അതിന്റെ അതൊരു ഭാഗമാണ്, ജീവിതം ഒരു ഭാഗമാണ്. അപ്പം ഇത് രണ്ടും കൂടെ നമുക്ക് ഒന്നിച്ച് കൊണ്ടുപോകാൻ പറ്റിയാൽ ഒരു ഇമോഷണലുമായി അതേസമയം ക്രൈമുമായി അങ്ങനെ ഒരു ലോജിക്കും കൂടെ ഉൾപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെയായിരിക്കും അത് മികച്ചു നിൽക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഒരു ഡിഫറൻസ് അതിനകത്തുണ്ട്. അതെ, ഈ ക്രൈം ഫിക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ഈ സ്പോണ്ടേനിയസ് ഓവർഫ്ലോ മാറ്റി നിർത്തിയിട്ട് നമുക്ക് കുറച്ച് സമയത്തേക്ക് തലച്ചോറ് കൊണ്ട് ചിന്തിക്കേണ്ടി വരാറുണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫീൽ എങ്ങനെയാണ് ഇപ്പൊ എഴുത്തിൽ തലച്ചോറ് ഉപയോഗിച്ച് എഴുതുമ്പോ? എന്താ പറയാ, അല്ലെങ്കിൽ ഇപ്പൊ ചുറ്റുമുള്ളവര് ആ ഒരു എഴുത്തിനെ അക്സെപ്റ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു ബ്രെയിൻ വർക്കാണ്, ഒരു ലിറ്റററി വർക്കിനേക്കാൾ ഒരു ബ്രെയിൻ വർക്കാണ് എന്നുള്ള തരത്തിലുള്ള ക്രിറ്റിസിസംസ് ഉണ്ടാവാറുണ്ടോ? എനിക്ക് തോന്നുന്നു ഇപ്പം ക്രൈം ഫിക്ഷൻസിന് പൊതുവെ എല്ലാവർക്കും കുറച്ച് പുച്ഛവും ബഹുമാനക്കുറവും ഒക്കെയാണ്. പക്ഷെ നമ്മള് ഇപ്പം മീനുകൾ ചുംബിക്കുന്നതൊക്കെ ഞാൻ എഴുതിയത് നമ്മള് എല്ലാം തലച്ചോറുകൊണ്ടാണ് എഴുതുന്നത് എങ്കിൽ പോലും നമ്മൾ കുറച്ചും കൂടി ഇമോഷൻസ് കലർത്തിയിട്ടാണ് ഫിക്ഷൻസ് ചെയ്യുന്നത്. പക്ഷെ ഇത് നമ്മൾ കുറച്ചും കൂടി എന്താ പറയാ, റിസർച്ചുകളും അതുപോലെയുള്ള നമ്മുടെ ഹാർഡ് വർക്കും കൂടെ കുറച്ചും കൂടി ഉൾപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഇന്ന വഴി കൂടെ പോയി ആ ഒരു ക്രൈമിനെ നമ്മൾ നിർദ്ധാരണം ചെയ്തെടുക്കുകയാണ്. അതിനെ എങ്ങനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നുള്ളത് ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ കൊണ്ടുവരാണ്. ഒരു കണക്ക് ചെയ്യുന്ന പോലെ തന്നെയാണ്. അപ്പൊ അതത്ര എന്താ പറയാ,
ഓരോ തലത്തിലൂടെ അല്ലെങ്കിൽ ഓരോ സ്റ്റെപ്പായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോ നമ്മൾ കുറച്ച് എന്താ സ്വാഭാവികമായിട്ടും ബുദ്ധി വർക്ക് ചെയ്തു പോകും. വായനക്കാരനും അതേ ബുദ്ധി വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് അവന് കൂടുതലും ക്രൈം ഫിക്ഷൻ ഇഷ്ടം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം നമുക്ക് എപ്പോഴും നമ്മുടെ എന്താ പറയാ തലച്ചോറ് വർക്ക് ചെയ്യാൻ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ കണ്ടുപിടിക്കാൻ. ഇപ്പൊ പോലീസിന് ആണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് കുറച്ചും കൂടെ ഒരിടത്തൊരു ക്രൈം നടന്നാൽ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ തന്നെ നമുക്ക് കാണാം, എവിടെയെങ്കിലും ഒരു ക്രൈം നടന്നാൽ നമ്മൾ തന്നെ കണ്ടുപിടിക്കും, ഓ അത് ഇന്നാരാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്നതാണ് അവിടെ സംഭവിച്ചത് എന്നുള്ളൊരു അസസ്മെന്റ് നമ്മൾ തന്നെ സോഷ്യൽ മീഡിയയിൽ നടത്താറുണ്ട്. അപ്പോ മനുഷ്യന്റെ ഒരു സ്വാഭാവികമായിട്ടുള്ള ഒരു രീതിയാണത്. നമുക്കൊരു ക്രൈം നടക്കുമ്പോൾ അത് അവിടെ ഇന്നതായിരിക്കും സംഭവിച്ചിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ ഇന്നാള് ഇന്ന വഴി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് തന്നെ അത് കാൽക്കുലേറ്റ് ചെയ്തെടുക്കും. അപ്പൊ അതിനെ പ്രേരിപ്പിക്കുന്ന ഒരു സംഭവമാണ് ക്രൈം ഫിക്ഷൻസ് എന്ന് പറയുന്നിട്ടുള്ള ഒരു എഴുത്ത്. അപ്പം അതുകൊണ്ടായിരിക്കണം അവർക്ക് വായനക്കാർക്ക് കൂടുതൽ അവരുടെ ബുദ്ധിയെ വർക്ക് ചെയ്യിപ്പിക്കുന്ന, അല്ലെങ്കിൽ അവർക്ക് കൂടുതൽ ചിന്തിച്ച് അവരെ എന്റർടൈൻ ചെയ്യിക്കുന്ന ഒരു സാധനം. സത്യം പറഞ്ഞാൽ ഇത്രയും പേര് മരിച്ചാലും അല്ലെങ്കിൽ ഒരുപാട് പേരെ നമ്മൾ കൊന്നാലും അവർക്ക് കൊലപാതകമല്ല, അവർക്ക് അത് കഴിഞ്ഞിട്ട് എങ്ങനെയാണ് കുറ്റവാളികൾ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത്, എന്താണ് അവർക്ക് സംഭവിച്ചത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് അവർ നോക്കുന്നത്. അത് ആ ഒരു രീതിയിൽ വായിക്കുന്നത് ഭയങ്കര രസമായിരിക്കും. നമുക്ക് തന്നെ ക്രൈം ഫിക്ഷൻസ് വായിക്കുമ്പോൾ ആ ഒരു അനുഭവം ഉണ്ടല്ലോ, എന്താണ് അടുത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ നമ്മൾ തന്നെ അവസാനം കണ്ടുപിടിക്കും ഇന്നാളായിരിക്കും നമ്മളിങ്ങനെ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. അല്ലെങ്കിൽ വായിച്ചു തുടങ്ങുമ്പോഴേ ഒരു വില്ലൻ ആരാണെന്നുള്ളത് നമുക്കൊരു എന്താണ് അസംഷൻ ഉണ്ടായിരിക്കും. അത് അവസാനം ബ്രേക്ക് ആവുന്നതാണ് നമ്മുടെ സന്തോഷം. വായനയിലതാണ് സന്തോഷം, അതിലൂടെ എക്സൈറ്റ്മെന്റ് അതാണ്. ഓ അതല്ലായിരുന്നു, ഇതിലും വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് അറിയുമ്പോഴാണ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇത് എനിക്ക് ആദ്യമേ അറിയായിരുന്നു എന്നുള്ളൊരു ഫീൽ വരും. അത് സിനിമ കാണുമ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ നല്ലൊരു കഴിവ് നല്ലൊരു റീഡറിന് മിക്കവാറും ചില സമയത്ത് കണ്ടുപിടിക്കാൻ കഴിയാറുണ്ട്. അപ്പം സത്യം ഒരു ക്രൈം ഫിക്ഷൻ റൈറ്ററിന്റെ ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ വായനക്കാരനെ അതിലേക്ക് കൊണ്ട് എത്തിക്കാതെ അവസാനം ഒരു ട്വിസ്റ്റ് വഴി എങ്ങനെ എന്നുള്ള കഷ്ടപ്പാടിലാണ് ഓരോ ചിന്തകളും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ചിന്തയാണ്. സത്യം പറഞ്ഞാൽ തലച്ചോറൊക്കെ ചിതറി ഇളകി പറയുന്ന ഒരവസ്ഥയാണ്. അതുപോലെ എനിക്ക് മറ്റുള്ള ഫിക്ഷൻ എഴുതുന്നതിനേക്കാളും കൂടുതൽ നമുക്ക് എഫേർട്ട് വേണ്ടി വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ഊർജം വേണ്ടി വന്നിട്ടുണ്ട് ഇത് എഴുതുമ്പോ. മാനസികമായിട്ടല്ല, ശാരീരികമായിട്ട് വല്ലാത്തൊരു ബുദ്ധിമുട്ട് നേരിട്ടിട്ടുണ്ട് ഈ ഒരു ജോണറിൽ എഴുതിയപ്പോ. അത് പറയാതിരിക്കാൻ പറ്റില്ല. ആൻഡ് നമ്മളിപ്പോ ഇതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ മലയാളത്തിലെ ക്രൈം ഫിക്ഷനുകളുടെ ആ ഒരു പുതുജീവൻ കിട്ടിയ ഒരു കാര്യത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുന്നത് നമ്മൾ ആഗത ക്രിസ്റ്റിയുടെ എഴുത്തുകൾ 100 വർഷം ആഘോഷിക്കുന്ന ഒരു സമയത്താണ്. അതൊരു മനോഹരമായ ഒരു യാദൃശ്ചികതയാണെന്ന് അറിയില്ല, പക്ഷെ എന്നാലും അതൊരു അല്ലെ, പിന്നെ ഒരുപാട് പേര് വീണ്ടും അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, അഗതയെ വീണ്ടും വീണ്ടും വായിക്കുന്ന ഒരു സമയമാണ്. DC തന്നെ അഗതയുടെ ഏറ്റവും ബെസ്റ്റ് കളക്ഷൻസ് എല്ലാം കൂടെ ചേർത്തിട്ട് പുതിയൊരു പുസ്തകമായിട്ട് ഇറക്കുന്നു. അതെ, അപ്പൊ അങ്ങനെ ഒരുപാട് ഈ ഒരു ഇതുമായിട്ട് ചേർത്ത് വെച്ച് വായിക്കാനുള്ള സംഭവങ്ങളുണ്ട്. അപ്പൊ പറയൂ, അഗത ക്രിസ്റ്റിയുടെ ജീവിതത്തെ കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റഡി ഒക്കെ നടത്തി നായിക അഗത ക്രിസ്റ്റി എഴുതിയ ആള് കൂടിയാണ് ശ്രീ പാർവതി. അപ്പൊ അതിന്റെ ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു, അതിനുവേണ്ടി നടത്തിയിട്ടുള്ള ഒരു സ്റ്റഡീസ് എന്തായിരുന്നു? അത് എനിക്ക് തോന്നുന്നു ഇപ്പം ഈ ഒരു കറക്റ്റ് സമയമാണ് സംസാരിക്കാൻ. കാരണം അഗത ക്രിസ്റ്റിയുടെ എഴുത്തിന്റെ 100ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുകയാണ്. അതുപോലെ ഇപ്പം DC ബുക്സ് ആണെന്നുണ്ടെങ്കിലും അഗത ക്രിസ്റ്റിയുടെ എല്ലാം, എനിക്ക് തോന്നുന്നു അഗത ക്രിസ്റ്റിയുടെ പുസ്തകങ്ങള് കുറെ നമ്മളിവിടെ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മള് DC ബുക്സിൽ ഞാനിപ്പോ ഈ പുസ്തകത്തിന് വേണ്ടി അന്വേഷിക്കുമ്പോഴെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ്, പുസ്തകങ്ങളെല്ലാം തീർന്നു പോയിട്ടിരിക്കുകയാണ്. അപ്പോ ഒരുപാട് കഷ്ടപ്പെട്ടു പുള്ളിക്കാരുടെ പല പുസ്തകങ്ങളും വായിക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി. അപ്പൊ പണ്ട് കളക്ട് ചെയ്ത് വെച്ചിരുന്ന ഈ പുസ്തകങ്ങളിൽ നിന്നാണ് പിന്നെ നമുക്ക് വായിക്കാൻ കിട്ടുന്നത്. അതല്ലാതെ പുതിയ പുസ്തകങ്ങളെല്ലാം ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി. അപ്പൊ സത്യം പറഞ്ഞാൽ ഈ ഒരു എന്താ പറയാ, ഇപ്പം ഈ ചെയ്യുന്ന ഒന്നിച്ച് അഗത ക്രിസ്റ്റിയുടെ പുസ്തകങ്ങൾ മുഴുവൻ ഇറക്കുന്ന, അല്ലെങ്കിൽ വർക്കുകൾ മുഴുവൻ ഇറക്കുന്ന ഒരു നല്ലൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇനി എന്തെങ്കിലും ഒരു ഗവേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഈ ഒരു കളക്ഷൻ മാത്രം മതിയല്ലോ. അപ്പൊ എന്റെ ഞാനിപ്പോ പറഞ്ഞ പോലെ അഗത ക്രിസ്റ്റി എന്ന് പറയുന്ന ഒരു വ്യക്തി നമുക്ക് അപസർപ്പക എഴുത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു കുറ്റാന്വേഷണ എഴുത്തിൽ നമ്മുടെയൊക്കെ എന്താ പറയാ, ഒരു തലതൊട്ടപ്പൻ തന്നെയാണ് പുള്ളിക്കാരി.
കാരണം അതുപോലെയുള്ള നമുക്ക് നമുക്ക് മുന്നിൽ കാണാൻ ആ ഒരു കുറച്ചു പേര് മാത്രമേ ഉള്ളൂ. പുറത്തുനിന്നുള്ളതാണെങ്കിലും അതിൽ ഏറ്റവും കൂടുതൽ പുസ്തകം വായിക്കപ്പെടുകയും വിൽക്കപ്പെടുകയും ചെയ്തത് അഗത ക്രിസ്റ്റിയുടെയാണ്. അപ്പോ സ്വാഭാവികമായിട്ടും പുള്ളിക്കാരത്തിയുടെ ഗിന്നസ് വേൾഡ് റെക്കോർഡുള്ള ആളാണല്ലേ? ആളാണ്, റെക്കോർഡുള്ള ആളാണ്. അപ്പൊ പുള്ളിക്കാരത്തി പക്ഷെ ഈ പറഞ്ഞ പോലെ നിഗൂഢ കഥകൾ എഴുതുന്നതോടൊപ്പം പുള്ളിക്കാരുടെ ജീവിതം ഭയങ്കര നിഗൂഢത ഉണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരത്തിയുടെ ജീവിതത്തിൽ ഒരു ദിവസം പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണ് ആള്. എന്നിട്ട് പിന്നെ ഒരു 11 ദിവസം കഴിഞ്ഞിട്ട് മറ്റൊരു സ്ഥലത്ത് നിന്ന് പുള്ളിക്കാരത്തെ കണ്ടെത്തുകയാണ്. പക്ഷെ പുള്ളിക്കാരത്തിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ആൾക്കറിയില്ല. അപ്പൊ ആളടുത്ത് എല്ലാവരും ചോദിക്കണം എന്താണ് സംഭവിച്ചത്, ഈ 15 ദിവസം എന്താ സംഭവിച്ചതെന്ന്. പക്ഷെ പുള്ളിക്കാരത്തിക്ക് ഓർമ്മയില്ല. അപ്പൊ എന്തിനു വീട് വിട്ട് ഇറങ്ങിപ്പോയി, അല്ലെങ്കിൽ എങ്ങോട്ടാണ് പോയത്, ഇത്രയും ദിവസം എന്ത് ചെയ്യുമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്കാരത്തി ഈ ഇത്രയും വർഷമായിട്ടും അല്ലെങ്കിൽ പുള്ളിക്കാരത്തി ജീവിച്ചിരുന്ന അത്രയും വർഷങ്ങളിലൊന്നും പുള്ളിക്കാരി പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരുടെ ബയോഫിക്ഷനിൽ പോലും അതിനെപ്പറ്റി ഒന്നും സംസാരിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് വായനക്കാർക്ക് ഒരു കൗതുകമുണ്ട്, എന്തായിരിക്കും ആ 11 ദിവസങ്ങളിൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ഒരു നിഗൂഢതയെ പറ്റി എഴുതുന്ന എഴുത്തുകാരിയുടെ ജീവിതത്തിലെ നിഗൂഢതയാണ്. അപ്പൊ അതിലെന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്നുള്ള ഒരു അന്വേഷണമായിരുന്നു നായിക അഗത ക്രിസ്റ്റി എന്ന് പറഞ്ഞ പുസ്തകം. അതിനുവേണ്ടി സത്യം പറഞ്ഞ ജീവിതത്തില് സ്കൂളിൽ പഠിക്കുമ്പോ പോലും ഇത്രയും റിസർച്ച് ചെയ്തിട്ടില്ല. അല്ല, നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോ കുറെ വർക്ക് ചെയ്യണമല്ലോ. പക്ഷെ ആ സമയത്ത് പോലും അത്രയും ഒരു ഗവേഷണം നടത്തുക അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങൾ വായിക്കുകയോ ഇത്രയും റിസർച്ച് ചെയ്തിട്ടൊന്നുമില്ല. അത്രയും വർക്ക് ആ ഒരു പുസ്തകത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിന്റെ പലരും പലതാണ് പറയുന്നത്. അവര് എങ്ങോട്ടാണ് പോയിരിക്കുക അല്ലെങ്കിൽ എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുണ്ടാവുക. ചിലപ്പം ചിലർ പറയുന്ന അവര് സത്യം പറഞ്ഞാൽ അതിനകത്ത് സർ ആദർ കോനൻ ഡോയൽ വരെ ഇടപെട്ടിട്ടുണ്ട് ആ ഒരു കേസിൽ. അവർക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയുന്നൊരു വിഷയം. അപ്പൊ പക്ഷെ ആർക്കും അറിയില്ല, ഇപ്പോഴും അത് നിഗൂഢതയാണ്. അപ്പൊ ആ നിഗൂഢത അനാവരണം ചെയ്യുക എന്ന് പറയുന്നത് ഒരു രസകരമായ ഒരു കൗതുകകരമായ കാര്യമാണെന്ന് തോന്നി. അങ്ങനെയാണ് ആ ഒരു വിഷയത്തിലേക്ക് വരുന്നതും ആ ഒരു പുസ്തകം എഴുതാൻ ശ്രമിക്കുന്നതും. അപ്പൊ പക്ഷെ അതൊരു ബയോഫിക്ഷൻ ആണ്. എന്നാൽ ഈ ഒരു 11 ദിവസം അഗത ക്രിസ്റ്റിയുടെ ജീവിതത്തിൽ എന്തായിരിക്കാം സംഭവിച്ചത് എന്നുള്ള ഒരു അന്വേഷണമാണ്. എന്തായാലും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് ഈ ഒരു 100ാം വാർഷികത്തിൽ വീണ്ടും വായിക്കപ്പെടുന്നത് ഒരുപാട് പേര് വായിക്കുന്നുണ്ട് ഇപ്പോഴും. അതൊരു നല്ലൊരു കാര്യമാണെന്ന് തോന്നുന്നു. എനിക്കിവിടെ ഇൻബോക്സിൽ ഒരുപാട് പേര് മെസ്സേജസ് അയക്കുന്നുണ്ട്, ഹായ് പറയുന്നുണ്ട്. അതിൽ ചിലരെങ്കിലും ഒക്കെ ഏതാണ് പുസ്തകത്തിന്റെ ടൈറ്റിൽ എന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പുസ്തകം കാണിച്ചു തരാം കേട്ടോ. ഇതാണ് പുസ്തകം, പോയട്രി കില്ലർ. ഇതാണ് പാർവതിയുടെ ലേറ്റസ്റ്റ് പുസ്തകം, 3ാം എഡിഷൻ ആവാൻ പോകുന്ന പുസ്തകം. ഇതിന്റെ കവർ തന്നെ അതിനകത്ത് ആ ഒരു മിസ്റ്ററി അതേപോലെ ഉണ്ടായിരുന്നു. കവറിലും പേരിലും ഒക്കെ എന്താ പറയാ ഒരു പോയട്രി എന്ന് പറയുന്നിട്ടൊരു എല്ലാരും ചോദിക്കുന്ന പേരിന്റെ ഒരു പ്രത്യേകതയാണ്. പോയട്രി കില്ലർ എന്ന് പറയുമ്പം എന്താ കവിത പറഞ്ഞു കൊല്ലുകയാണോ അല്ലെങ്കിൽ കവിത പാടിയാണോ വരയ്ക്കണേ, അങ്ങനെയൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, അതെ, ആ ഒരു പേരിന്റെ ഒരു കൗതുകം ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്താന്ന് വെച്ചാല് ഓരോരുത്തരെ കൊലപ്പെടുത്തുന്ന ആള് ആ കൊല്ലപ്പെട്ട സ്ഥലത്ത് നിന്ന് കുറച്ച് കവിതകൾ കിട്ടുകയാണ്. അതാണ് പോയട്രി കില്ലർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ കവിത ഉപേക്ഷിച്ചിട്ടാണ് കൊലപാതകം നടത്തുന്നത്. അപ്പൊ അതിന്റെ സ്റ്റെപ്പ് ആയിട്ടുള്ള പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ആണ് സ്റ്റോറി. വളരെ കറക്റ്റ് ആയിട്ട് ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷനും അല്ലെങ്കിൽ ഫോറൻസിക്കും ഒക്കെ കൂടി ചേർന്നുള്ള അങ്ങനെ ഒരു വളരെ ഇതായിട്ട് കൊണ്ടുവരുന്ന ഒരു പുതിയ തലമുറയിലേക്ക് അല്ലെങ്കിൽ ഒരു പുതിയ രീതിയിൽ ഒരു സിനിമ കാണുന്ന പോലെ. നമുക്കൊരു സിനിമ കാണുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് ലോജിക്ക് പ്രശ്നം വരാറുണ്ട്. പലപ്പോഴും അവിടെ എന്തോ മിസ്സായി പോയല്ലോ എന്നൊക്കെ തോന്നും. അപ്പം അതുപോലെ വായിക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറിയാണ് പോയട്രി കില്ലർ. പക്ഷെ ഒരുപാടൊന്നുമില്ല, വളരെ ചെറിയൊരു പുസ്തകമാണ്. ഈ ഒരു ക്രൈം ഫിക്ഷൻ എഴുതിയപ്പോൾ കിട്ടിയ ഏറ്റവും നല്ല അപ്രിസിയേഷൻ അതുപോലെ ക്രിറ്റിസിസം എന്തായിരുന്നു? പോയട്രി കില്ലറിന് അങ്ങനെ വലിയൊരു ക്രിറ്റിസിസം ഇതുവരെ കിട്ടിയില്ല. പക്ഷെ ഇതിനു മുമ്പ് എഴുതിയതിനൊക്കെ ആവശ്യത്തിലധികം കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ 2 മാസം ആയതേ ഉള്ളൂ, അതുകൊണ്ട് ക്രിറ്റിസിസം വരാൻ പോകുന്നേ ഉള്ളെന്ന് തോന്നുന്നു. പക്ഷെ എന്നാ പോലും അതിന് സാധ്യതകൾ കുറവാണെന്ന് എനിക്ക് തോന്നുന്നു.
ഒരു വായനക്കാരി എന്നുള്ളൊരു രീതിയിൽ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. എനിക്ക് തോന്നുന്നു എന്റെ ഓരോ പുസ്തകങ്ങൾ സ്റ്റെപ്പായിട്ട് വായിക്കുന്നവർക്ക് ഒരുപക്ഷെ അത് കുറ്റം പറയാൻ തോന്നില്ലായിരിക്കും. കാരണം ഓരോന്നിലും ഞാൻ സ്വയം പുതുക്കാറുണ്ട്. കാരണം പുതുക്കപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കാര്യമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ ഓരോ പുസ്തകം എഴുതുമ്പോഴും നമ്മള് സ്വയം പുതുക്കപ്പെട്ടുകൊണ്ടേയിരിക്കണം. അല്ല ഇപ്പൊ പഴയ പോലെ ഇപ്പം കോട്ടയം പുഷ്പനാഥ് സാർ എഴുതിയ ആ ഒരു ഇതിൽ നിന്നും ഈ ഒരു പുതിയ ജനറേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് എഴുത്തുകാർക്ക് സംഭവിക്കുന്ന ഒരു മാറ്റം അത് തന്നെയാണ്. നമ്മുടെ എഴുത്തുകാർ പുതുക്കപ്പെട്ടുകൊണ്ടിരിക്കണം കാലത്തിനനുസരിച്ച്. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ ആ എഴുത്തുകാരന്റെ പുസ്തകത്തിന് വലിയ പ്രസക്തി ഇല്ലാതാവും. പിന്നെ പഴയ പുസ്തകം തന്നെ വായിച്ചാൽ പോരെ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉണ്ടാവുമല്ലോ. അപ്പം എപ്പോഴും എഴുത്തുകാരൻ പുതുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അത് നമ്മുടെ എഴുത്തിന്റെ ശൈലിയിലും വരും, എഴുത്തിന്റെ ജോണറിലും വരും, എല്ലാത്തിനകത്തും ആ ഒരു മാറ്റം വരുമെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആ ഒരു മാറ്റം വന്നിട്ടുണ്ടാവുന്നത്. പാർവതിയുടെ ഏറ്റവും പ്രിയപ്പെട്ട റൈറ്റർ ആരാണ് ക്രൈം ഫിക്ഷനിൽ? എനിക്ക് അങ്ങനെ ആരോട് ഫാൻസ് ഒന്നുമില്ല, എല്ലാരും വായിക്കാറുണ്ട്. ഇപ്പം പിന്നെ നാച്ചുറലി അഗത ക്രിസ്റ്റിയെക്കാളും ഷെർലക് ഹോംസിനെ ഇഷ്ടമാണ്. അഗത ക്രിസ്റ്റിയും ഇഷ്ടമാണ്. പിന്നെ പുള്ളിക്കാരത്തിയുടെ ആണ് ഞാൻ കൂടുതൽ വായിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മള് റിസർച്ചിനൊക്കെ വേണ്ടിയിട്ടാണെങ്കിലും കൂടുതൽ വായിച്ചിട്ടുള്ളത് ആളുടെയാണ്. അപ്പം പുള്ളിക്കാരുടെ മാനസികമായിട്ട് വല്ലാത്തൊരു അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു. നമ്മള് അത്രയും പുസ്തകം മാത്രമല്ല, ഫിക്ഷൻ മാത്രമല്ല, പുള്ളിക്കാരത്തിയുടെ ഒരു ജീവിതം കൂടി നമ്മൾ അറിഞ്ഞു കഴിയുമ്പോൾ നമ്മളുമായിട്ട് ചില സമയത്ത് പുള്ളിക്കാരത്തി താതാത്മ്യപ്പെടുത്താൻ തോന്നും. ചില സമയത്ത് ഞാൻ തന്നെയാണല്ലോ ഇതെന്നൊക്കെ തോന്നുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പം അവരോട് ഭയങ്കരമായിട്ടൊരു അറ്റാച്ച്മെന്റ് ഉണ്ട് പേഴ്സണലി. അപ്പം അവരോടുള്ള ഒരു പുസ്തകങ്ങളോടും ആ ഒരു ഇഷ്ടമുണ്ട്. എന്നാലും ഹോംസിന്റെ എഴുത്തിന്റെ ഇത് ഒരു ഭയങ്കര കുറച്ചും കൂടി ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് വരാൻ പോകുന്നതും ഡെറിക് ജോണിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥ തന്നെ ആയിരിക്കും അല്ലെ? അതെ അതെ, അടുത്തതും എഴുതി തുടങ്ങി. അതും ഡെറിക് ജോണിന്റെ തന്നെയാണ്. അതും ഈ പറഞ്ഞ പോലെ അത് സീരിയൽ കില്ലിംഗ് അല്ല, ഒരു സിംഗിൾ മർഡർ മിസ്റ്ററി ആണ്. അതും ഈ പറഞ്ഞ പോലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ്. പക്ഷെ ഈ പോയട്രി കില്ലറിന്റെ ഒരു പ്രശ്നം എല്ലാവരും പറഞ്ഞത്, ഇപ്പൊ പറഞ്ഞ പോലെ ഒരു ക്രിറ്റിസിസം ഞാൻ ഇപ്പോഴാണ് ഓർത്തത്. അതിന്റെ ഒരു ക്രിറ്റിസിസം എന്ന് പറഞ്ഞാൽ തീരെ ഡീറ്റെയിലിംഗ് ഉണ്ടായിരുന്നില്ല. അത് വളരെ സ്റ്റോറി മാത്രം, അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ പാർട്ടിലൂടെ മാത്രം സഞ്ചരിച്ച് വളരെ ഇതായിട്ട് പോകുന്ന ഒരു വർക്കായിരുന്നു. അപ്പം ഇനിയുള്ള വർക്ക് കുറച്ചും കൂടി ക്യാരക്ടറിനെയും അല്ലെങ്കിൽ കുറച്ചും കൂടി ഒന്ന് ഡീറ്റെയിൽ ചെയ്ത് ചെയ്യണമെന്നുണ്ട്. അപ്പം ഓരോ പുസ്തകം നമ്മൾ ഡിഫറെന്റ് ആയിരിക്കാനാണ് എനിക്കിഷ്ടം. അപ്പൊ അടുത്ത പുസ്തകം സെയിം പ്രൊസീജിയറും അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനും എന്തെങ്കിലും പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ അല്ലെങ്കിൽ പുതിയൊരു പ്രൊസീജിയറും കൂടെ നമ്മൾ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിലും കുറച്ചും കൂടി ഡീറ്റെയിലിംഗ്, ഒരു പുസ്തകത്തിന്റെ വർക്കിന്റെ ശൈലി കുറച്ചും കൂടി മാറ്റണമെന്നുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് വിചാരിക്കുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മളൊരു പുതിയ സീരിയലൊക്കെ എങ്ങനെ പോണു? നന്നായി പോണു. അവിടുത്തെ വിശേഷം എന്തൊക്കെയാ? അവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നത്. ഇവിടെ ഒരുപാട് പേര് അത് ചോദിക്കുന്നുണ്ട് വന്നിട്ട്. വിശേഷം പറയുന്നാല് വിശേഷം ലോക്ക്ഡൌണിന്റെ സമയത്ത് എന്ത് ചെയ്യും എന്നിങ്ങനെ ആലോചിച്ച് ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നില്ല എല്ലാവർക്കും. ആ ഒരു സമയത്താണ് ഇങ്ങനെ ഒരു കോള് വന്നത്. അപ്പൊ സീരിയൽ ഫ്ലവേഴ്സിന്റെ ഓൺ പ്രൊഡക്ഷൻ ആയിരുന്നു. അതുപോലെ ഡയറക്ടർ അത്ര പ്രൂവ് ചെയ്ത ഒരാളായിരുന്നു. പിന്നെ കൂടെ ഉള്ളവരൊക്കെ ആണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാസ്റ്റിംഗ് ആയിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു കൊണ്ടൊന്ന് ട്രൈ ചെയ്തുകൂടാ എന്ന് വിചാരിച്ചു. അപ്പൊ നമ്മുടെ രണ്ടുപേരുടെ ഇപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മുടെ ഓഡിയൻസ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. വളരെ ലൈറ്റ് ആയിട്ട് അത് എൻജോയ് ചെയ്ത് അങ്ങനെ പോകാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഇത് കാണുന്നത്, ഈ ഒരു എന്റർടൈൻമെന്റ് ഇത് കാണുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഭയങ്കര സന്തോഷം. സീരിയസ് ആയിട്ടുള്ള ഒരു നല്ല റെസ്പോൺസ് ഉണ്ട്. നല്ലത് ആൾക്കാരെ ഈ ഒരു സമയത്ത് കോവിഡിന്റെ അല്ലെങ്കിൽ ഒരു ലോക്ക്ഡൌൺ സമയത്ത് കുറച്ചുകൂടെ എന്റർടൈൻമെന്റ് തോന്നുന്നു. അപ്പം നമ്മളൊരു പുസ്തകമാണെന്നുണ്ടെങ്കിലും ഇതുപോലെയുള്ള എന്റർടൈൻമെന്റ് സീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പോലും നമ്മളെ മനസ്സിനെ ഒരുപാട് ഫ്രീ ആക്കുന്നുണ്ട് അല്ലേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം അതാണല്ലോ. അതെ 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 അതെ, അത് തന്നെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്യാന്നുള്ളതാണ്. ആൾക്കാരെ സന്തോഷിപ്പിക്കുക. അതെ
അങ്ങനെ നമുക്ക് സന്തോഷാവാം. അതാണ് അല്ല, അവരുടെ റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് വലിയ സന്തോഷമാണ്. തീർച്ചയായിട്ടും ആൾക്കാര് ഇപ്പൊ സീരിയല് കാണുന്നവരാണെങ്കിലും പുസ്തകം വായിക്കുന്നവരാണെന്നെങ്കിലും അവരുടെ ഒരു റെസ്പോൺസ് കിട്ടുന്നത്, അവർക്ക് സന്തോഷിക്കുക എന്ന് പറയുന്ന റെസ്പോൺസ് നമുക്ക് കിട്ടുന്നത് ഭയങ്കര സന്തോഷമാണ്. അതെ അതെ. ഒരുപാട് പേര് വന്ന് മെസ്സേജ് അയക്കുക, മെയിൽ അയക്കുക, എന്നൊക്കെ ഫോണൊക്കെ വിളിക്കുക, അല്ലെങ്കിൽ കാണാനൊക്കെ ആഗ്രഹിക്കുക എന്നൊക്കെ പറയുന്നത് വലിയ കാര്യമാണ് ശരിക്കും. അതെ, അതൊരു ബ്ലെസ്സിംഗ് ആണ്. അത് നമ്മളൊരു ആർട്ടിസ്റ്റ് ആവുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു റൈറ്റർ ആവുമ്പോഴൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വല്ലാത്തൊരു ബ്ലെസ്സിംഗ് ആണ് കേട്ടോ ശരിക്കും. അത് ഞാനത് എപ്പോഴും ആലോചിക്കുന്ന ഒരു കാര്യമാണ്. അത് സത്യം, ഞാൻ ഒരുപാട് ആലോചിക്കാറുണ്ട്. അത് തന്നെയാണ് സത്യം. അതെ. പുസ്തകം എഴുത്തൊക്കെ എന്തായി? പുസ്തകം എഴുത്ത് രണ്ടാമത്തെ പുസ്തകം ഇറങ്ങിയിട്ട് ഇപ്പൊ 2 വർഷം ആവുന്നു. അതുകൊണ്ട് തന്നെ ഞാനിപ്പോ നേരത്തെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തൊട്ട് എഴുതി വെച്ചിരുന്നത് പലതൊക്കെ ഉണ്ടായിരുന്നു, ആദ്യത്തെ പുസ്തകത്തിനും രണ്ടാമത്തെ പുസ്തകത്തിനും ഒക്കെ. അപ്പൊ ഇനി എല്ലാം ഫ്രഷ് ആയിട്ടുള്ളത് വേണമല്ലോ. പിന്നെ ഞാൻ നമ്മള് പണ്ട് തൊട്ടേ ഏറ്റവും ആഗ്രഹത്തോടെ ചെയ്തിരുന്ന അല്ലെങ്കിൽ ഏറ്റവും പാഷനോടെ ചെയ്തിരുന്ന ഒരു കാര്യം എഴുത്താണ്. പക്ഷെ ആദ്യം അറിയപ്പെട്ടത് വേറൊരു കാര്യത്തിലായതുകൊണ്ട് നമുക്ക് പിന്നെ രണ്ടാമതൊരു കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്ത് വരാൻ സമയമെടുക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിക്കുന്നു മൂന്നാമതൊരു പുസ്തകം എടുത്തപ്പോ അതെ, അപ്പൊ കൂടുതലും അപ്പൊ എല്ലാരും വിചാരിച്ചു ഓക്കെ അവതാരക ആയതുകൊണ്ട് എന്നാ പിന്നെ അതിന്റെ കൂടെ ഒരു ഇത് ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് എഴുതിയതാണെന്നാണ് ആദ്യം എല്ലാരും വിചാരിച്ചിരുന്നത്. പക്ഷെ വായിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും ഒരുപാട് പേര് നല്ല അഭിപ്രായങ്ങൾ പറയുകയും പുസ്തകം എന്നാലും ഫസ്റ്റ് ബുക്ക് ഒരു 5 എഡിഷൻ ആയിട്ടുണ്ട്. അപ്പൊ അത് വലിയൊരു സന്തോഷമാണല്ലോ. നമ്മുടെ ഫസ്റ്റ് ബുക്ക് തന്നെ ഒരു 5 എഡിഷനൊക്കെ എത്താന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് മൂന്നാമത്തെ പുസ്തകത്തിന്റെ പണിപ്പുരയിലാണ്. കഥയാണോ കവിതയാണോ എന്താണ്? കഥകളായിരിക്കും. ആദ്യത്തെ പുസ്തകത്തിൽ ഉണ്ടായിരുന്നതും കുറച്ച് ഓർമ്മയെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ഫിക്ഷൻ ആണ്. അപ്പൊ അങ്ങനെ തന്നെ ആയിരിക്കാനാണ് സാധ്യത കൂടുതൽ. അത് എന്റെ പണിപ്പുരയാണ് കേട്ടോ, കാണിക്കുന്നത്. പുസ്തകങ്ങളുടെ വീട്. അതെ, ഇതാണ് എന്റെ സ്പേസ്. നന്നായിട്ടുണ്ട്, അടിപൊളി. അപ്പൊ പാർവതി, എല്ലാവിധ ആശംസകളും. അതെ, ഒരുപാട് മെസ്സേജുകളൊക്കെ അയക്കുന്നുണ്ട്. ഒരുപാട് മെസ്സേജുകളും കണ്ടില്ല. അതെ, എന്തായാലും എല്ലാവർക്കും ഒരുപാട് സന്തോഷം നമ്മളെ കാണാനുള്ള ഒരു സമയം കണ്ടെത്തിയതിലും സംസാരിക്കാൻ പറ്റിയതിലും ഒക്കെ അല്ലേ? അതെ, അപ്പൊ സംസാരിക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. ഇനി ഇത് ഈ ലൈവ് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒന്നും കൂടെ വിളിക്കും കേട്ടോ. നമ്മൾ വല്ല മണ്ടത്തരവും പറഞ്ഞോ എന്നറിയാൻ വേണ്ടിട്ട് നമ്മൾ ലൈവ് കട്ട് ചെയ്തപ്പോ ഒന്നും കൂടെ വിളിക്കുന്നത്. അപ്പൊ എത്ര ഫോർമൽ ആവണമെന്ന് പറഞ്ഞാലും ഇത് ഫോർമാലിറ്റിയിൽ പറയുന്നതല്ല, പക്ഷെ വളരെ ആത്മാർത്ഥമായിട്ട് വളരെ സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇനി വരുന്ന എല്ലാ പുസ്തകങ്ങളും സൂപ്പർ ഹിറ്റുകളാവട്ടെ, സിനിമകളായി മാറട്ടെ, കൂടുതൽ ആളുകളിലേക്ക് എത്തട്ടെ, അങ്ങനെ എല്ലാ ആശംസകളും. അപ്പൊ ക്രൈം ഫിക്ഷനിൽ എന്നല്ല, എഴുത്തില് ശ്രീ പാർവതി അത്ര നല്ലൊരു ഐഡന്റിറ്റി ആയി മാറട്ടെ. താങ്ക് യു. അപ്പൊ ഒരുപാട് സന്തോഷം ഇത്ര നേരം സംസാരിക്കാൻ പറ്റിയതില്. അതെ, അങ്ങോട്ടും ഒരുപാട് വലിയ ആശംസകളും ഒത്തിരി സ്നേഹവും. താങ്ക് യു സോ മച്ച്. അപ്പോ പറഞ്ഞു നിർത്തുമ്പോ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. DC ബുക്സ് അഗത ക്രിസ്റ്റിയുടെ ദ ബെസ്റ്റ് ഓഫ് അഗത ക്രിസ്റ്റീസ് എന്നുള്ള പേരിൽ അഗത ക്രിസ്റ്റിയുടെ എല്ലാ വർക്കുകളും ചേർത്തിട്ടുള്ള ഒരു കളക്ഷൻ അഗത ക്രിസ്റ്റിയുടെ എഴുത്തിന്റെ 100ാം വാർഷികത്തിൽ പുറത്തിറക്കുന്നുണ്ട്. ബുക്കിങ്ങിന്റെ ഒക്കെ ഒരു സമയമാണെന്ന് തോന്നുന്നു. അപ്പം അതെ, അത് നല്ലൊരു കളക്ഷൻ ആയിരിക്കും. കാരണം വളരെ റെയർ ആയിട്ടാണ് നമ്മുടെ മലയാളത്തിൽ അത്തരം ഒരു പുസ്തകങ്ങൾ കിട്ടാൻ സാധ്യതയുള്ളത്. അപ്പൊ അതുകൊണ്ട് അതൊരു നല്ലൊരു കളക്ഷൻ ആണ്. അതെ, അതുപോലെ പാർവതിയുടെ പുസ്തകവും 3ാമത്തെ എഡിഷൻ ഇന്നിപ്പോ പ്രിന്റിന് പോയിട്ട് ഷോപ്പുകളിൽ എത്തും. അപ്പൊ എല്ലാരോടും പറയാനുള്ളത്, വ്യൂവേഴ്സിനോട് പറയാനുള്ളത് എന്താ നമ്മൾ പറയാ, ഗ്രാബ് യുവർ കോപ്പീസ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ ബൈ എല്ലാവർക്കും. ബൈ. താങ്ക് യു. ബൈ. അപ്പൊ ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ആ ഒരു ലൈവില് ശ്രീ പാർവതിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോ ഈ ഒരു ലൈവില് വന്നത്. അതുകൊണ്ട് എനിക്ക് എല്ലാവരുടെയും മെസ്സേജുകളൊന്നും വായിക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാൻ കാണുന്നുണ്ടായിരുന്നു, ഒട്ടുമിക്ക മെസ്സേജുകളും ഞാൻ കണ്ടു. താങ്ക് യു സോ മച്ച്. ഇത്രയും സമയം ലൈവില് ജോയിൻ ചെയ്ത എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമ്മുടെ വിശേഷം, ചക്കപ്പഴത്തിന്റെ വിശേഷങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് പിന്നെ ഒരു സമയത്ത് വരാം കേട്ടോ. താങ്ക് യു സോ മച്ച്. ബൈ.